മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കണ്ണൂർ കായലോട് യുവതി ജീവനൊടുക്കിയ കേസിൽ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റഹീസ് ഹാജരായത്. കേസിൽ ഇയാളുടെ മൊഴി നിർണായകമാണ്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു. ബൈജു, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എപ്പോഴാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്? അനുശ്രീ, അല്പസമയം മുമ്പാണ് റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വളരെ നിർണായകമാണ് റഹീസിന്റെ മൊഴി. കാരണം ഇതിൽ തുടക്കത്തിൽ തന്നെ റഹീസ് ഈ സംഭവ സമയത്ത് തന്നെ ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. ഈ റഹീസിനൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായത്, സദാചാര ഗുണ്ടായിസം ഉണ്ടായത്. അതിനുശേഷം ഈ റഹീസിനെ മണിക്കൂറുകളോളം, അതായത് 6 മണിക്കൂറോളം ഇത്തരത്തിൽ തടങ്കിൽ പാർപ്പിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം ഒരു മനോവിഷമമായി. ഇതൊക്കെ കാരണമാണ് യുവതി ആത്മഹത്യ ചെയ്തത്. അത് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി യുവതി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിനിടയിൽ തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ റഹീസിനെതിരെ ചില ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. 4 ദിവസമായിട്ടും യുവതി മരിച്ചിട്ട് 4 ദിവസമായിട്ടും റഹീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടിരുന്നില്ല. റഹീസിന്റെ മയ്യിലെ വീട്ടിൽ പോലീസ് പരിശോധിച്ചിരുന്നു, പക്ഷെ അപ്പോഴും കണ്ടെത്താൻ സാധിച്ചില്ല. ഏതായാലും ഏറ്റവും പുതിയ വാർത്ത ഈ കാര്യത്തിൽ റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നത് തന്നെയാണ്. റഹീസിന്റെ മൊഴി അത് നിർണായകമായിരിക്കും. ഈ കേസിൽ എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്, എന്താണ് റഹീസും ഈ യുവതിയുമായി കൂടുതൽ സമയം സംസാരിച്ചത്, ഏത് രീതിയിലാണ് അവിടെ ഉപദ്രവം ഉണ്ടായത്. ഏതായാലും SDPIയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായ ഒരു കേസാണ്. ഇതുവരെ അറസ്റ്റിലായ 3 പേരും SDPI പ്രവർത്തകരാണ്. SDPIക്ക് നേരെയാണ്. ഇതിൽ SDPI ഓഫീസിലെത്തിയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിചാരണ ഉണ്ടായത്. കുടുംബത്തെയും ഈ SDPI ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ SDPIയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു കേസ്. ഇതിൽ ഏറ്റവും നിർണായകം റഹീസിനെ കണ്ടെത്തുക എന്നതായിരുന്നു. റഹീസിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, റഹീസ് ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി എന്നാണ്. ഇയാളുടെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര ആയാലും ഈ കേസിൽ നിർണായകമാണ്. എന്തൊക്കെയാണ് റഹീസിന് നേരെ ഉണ്ടായ മർദ്ദനം, അതുമാത്രമല്ല യുവതിയും റഹീസും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി, ഏത് തരത്തിലുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ഈ കുടുംബം ഏതായാലും ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ അതും പോലീസ് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് സദാചാര ഗുണ്ടായിസമാണെന്ന ഒരു കൃത്യമായ ഒരു കാര്യത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതാണ് ഈ റഹീസിയുടെ ഈ റംസീനെ കൊല്ലപ്പെട്ട ആത്മഹത്യ ചെയ്ത ഈ യുവതിയുടെ ഈ ആത്മഹത്യാ കുറിപ്പിൽ അത് വ്യക്തമായി എഴുതുകയും തന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ യുവാവിനെ കുറിച്ച് എതിരായ ഒരു പരാമർശം ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോഴും കുടുംബം പറയുന്നത് ഈ ആത്മഹത്യക്ക് കാരണം ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ റഹീസ് എന്നാണ്. റഹീസുമായി ഉള്ള ബന്ധമാണ്. ഈ തരത്തിൽ റഹീസ് പണം തട്ടിയെന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും റഹീസിനെ ഈ സംഘം തട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ നടത്തുമ്പോഴൊക്കെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ടാബും ഒക്കെ ഇവർ പിടിച്ചു വാങ്ങിയിരുന്നു. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇതൊക്കെ കണ്ടെടുക്കാൻ സാധിച്ചത്. ഇത്രയും ദിവസം ഈ പ്രതികൾ അറസ്റ്റ് ആവുന്നത് വരെ ഈ റഹീസിന്റെ വസ്തുക്കളെല്ലാം ഈ പ്രതികളുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതികളിൽ നിന്നും ഈ റഹീസിന്റെ ഫോട്ടോ, പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ലഭിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ നടന്നത്? ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്, ഒരുപാട് അവ്യക്തതകളുണ്ട്. അതെല്ലാം നീക്കാൻ ഈ റഹീസിന്റെ മൊഴി നിർണായകമാണ്. ഇനി റഹീസിന് എന്താണ് ഇതിൽ പങ്ക്, റഹീസിന് എത്രത്തോളം ഇവരുടെ ഈ ഗുണ്ടായിസം, സദാചാര ഗുണ്ടായിസം ഏൽക്കേണ്ടി വന്നു, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അത് അല്പസമയത്തിന് തന്നെ റഹീസിന്റെ മൊഴി രേഖപ്പെടുത്തിയതോടുകൂടി പോലീസിൽ നിന്ന് തന്നെ നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നതാണ് കരുതുന്നത്. ഏതായാലും റഹീസിനെ ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കൽ ആരംഭിച്ചിരിക്കുന്നു. ഈ കേസിൽ പോലീസ് തേടിക്കൊണ്ടിരുന്നതും റഹീസ് എവിടെയെന്നാണ്. ആൺ സുഹൃത്തായ റഹീസ് എവിടെ പോയെന്ന കാര്യത്തിൽ പോലീസിനും ആദ്യം നിശ്ചയമുണ്ടായിരുന്നു. ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ഒരു ശ്രമം തുടക്കത്തിൽ നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. വീട്ടിൽ നിന്നും പാസ്പോർട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അത് ആ വീട്ടുകാർ തടഞ്ഞുമൊക്കെ പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ റഹീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്? ഇനി റഹീസിലെ ഏതെങ്കിലും തരത്തിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിനെതിരെ പരാമർശം ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് റഹീസ് ഇത്രയും ദിവസം, അതായത് യുവതി മരിച്ചിട്ട് 4 ദിവസമായി ഇയാൾ ഒളിവിൽ പോകുന്ന സാഹചര്യമാണ്? എന്തുകൊണ്ടാണ് ഒളിവിൽ പോകേണ്ടി വന്നത്? ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഇയാൾക്ക് നേരിട്ടിട്ടുണ്ടോ? അതല്ല മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇതൊക്കെ ചുരുളഴിയേണ്ടതുണ്ട്. ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമാണ് റഹീസിന്റെ മൊഴി. ആ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനുസരി.